ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് റാഗി പൊടി കൊണ്ട് ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിനാവശ്യമായ റാഗി പൊടി ഞാൻ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കണ പോലെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ആക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ, വെള്ളം അധികം ആവാണ്ട് നോക്കണം. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ ചട്ടുകം കൊണ്ട് ഇങ്ങനെ ഇളക്കി നന്നായി മിക്സാക്കി എടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ റാഗി ദിവസം ഒരു നേരമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇതിൽ നന്നായി കാൽഷ്യം, ഇരുമ്പ്, പിന്നെ വിറ്റാമിൻസ് ഒക്കെ ധാരാളം ഉള്ളതിനാൽ ഇതൊരു സമ്പൂർണ്ണ ആഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും റാഗി നല്ലതാണ്. ദിവസം ഒരു നേരമെങ്കിലും കഴിക്കണത് എല്ലിന് ബലം കിട്ടാനും ഒക്കെ നല്ലതാണ്. പല വിധത്തിലുള്ള പലഹാരങ്ങളും ഈ റാഗിപ്പൊടി കൊണ്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ദിവസം ഒരു നേരം എല്ലാവരും കഴിക്കുക, കുട്ടികൾക്കും കൊടുക്കുക. അവരുടെ പല്ലിനും എല്ലിനൊക്കെ ബലം കിട്ടാനും ഒക്കെ നല്ലതാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇത് കുഴച്ചു. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കണ സേവനാഴിയിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഇടണം കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ സാധാരണ ഉണ്ടാക്കാറ്, സാധാരണ ഇടിയപ്പം ഉണ്ടാക്കാറ്. അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് മാറ്റി വേറെ ഈ പ്ലേറ്റിൽ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കുമ്പോഴേ വേവ് കുറവ് ഉണ്ടാവണ പോലെ തോന്നും. അതിലിങ്ങനെ നിറച്ചിരിക്കുമ്പോൾ വേവാത്ത പോലെ തോന്നും. അപ്പോൾ ഈ പ്രാവശ്യം ഇതേപോലെയുള്ള ചെറിയ പ്ലേറ്റിൽ അടിയിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടി കുറേശ്ശെ നാളികേരം ചിരകി ഇതൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മാവ് ഇതിൽ നന്നായി എല്ലായിടത്തും ചുറ്റി കൊടുത്ത് എടുക്കാം. അപ്പം നന്നായി വെന്ത് കിട്ടും ചെയ്യും, നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും. ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. എല്ലാ പ്രാവശ്യവും ഒരേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മടുപ്പ് തോന്നും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കുട്ടികൾക്കായാലും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ സന്തോഷം ഉണ്ടാവില്ല, അവർ കഴിക്കും. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ ഇതേപോലെ വെക്കാം കേട്ടോ. എന്നിട്ട് ഈ പ്ലേറ്റുകൾ അതിലും 3 വെച്ചു കേട്ടോ ഒരു പ്രാവശ്യം. അപ്പോൾ ഇനി ഇതൊരു അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം വേവിക്കണം കേട്ടോ. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ. ഇനി അത് അടിയിൽ നിന്ന് പതുക്കെ ഒന്ന് ടീസ്പൂൺ കൊണ്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ വേഗം പോരും കേട്ടോ. അടിയിൽ തേങ്ങ ചിരകി ഇത് ഇട്ടത് കാരണം എടുക്കാൻ ബുദ്ധിമുട്ടില്ല. ഒക്കെ വാങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടിയപ്പം റെഡി ആയിട്ടുള്ളൂ. റാഗി ഇടിയപ്പം സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് ഉണ്ടാക്കിയ കറി ഞങ്ങൾ കടലക്കറിയും പിന്നെ തേങ്ങാപ്പാൽ പഞ്ചസാര ഇട്ട് എടുത്തതാണ് കേട്ടോ. തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കടലക്കറിയെക്കാട്ടിലും. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. അതേവരെ ടാറ്റ, ബൈ ബൈ.